അത് നമുക്ക് അത് രാജ്യം അറിയാമായിരുന്നല്ലോ. ഇന്നലെ നമ്മളെ പ്രധാനമന്ത്രിയുടെ ടൂർ അവസാനിച്ചു, ഇന്ന് പ്രഖ്യാപിക്കും. അത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ അങ്ങനെയാണ്. തിരഞ്ഞെടുപ്പ് ഇതിപ്പോൾ ഇന്നത്തെ ഈ തിരഞ്ഞെടുപ്പ് മാത്രമല്ല, കഴിഞ്ഞ കുറേ നാളായിട്ടുള്ള തിരഞ്ഞെടുപ്പുകൾ അറിയാം. തിരഞ്ഞെടുപ്പുകളുടെ തീയതി അറിയാൻ ഇപ്പോൾ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഇലക്ഷൻ ടൂർ അവസാനിക്കുന്നത് പ്രഖ്യാപനമായിട്ട്. അത് കഴിഞ്ഞാൽ എപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും ഇലക്ഷൻ പ്രഖ്യാപിക്കാം. ഇന്നലെ അത് കഴിഞ്ഞു. ബംഗാളിലും ആസാമിലും ഇന്ന് പ്രഖ്യാപനം. സമ്പൂർണ്ണ സജ്ജം. നേരത്തെ പ്രഖ്യാപിക്കുന്നതാണ് ഞങ്ങൾ ധരിച്ചത്. അതനുസരിച്ച് ഞങ്ങൾ തയ്യാറായിരുന്നു. പക്ഷേ ഇതിങ്ങനെ നീട്ടി കൊണ്ടുപോകുന്നതുകൊണ്ടാണ് കുറേ ആൾക്ക് മാനിഫെസ്റ്റോ ഓരോ ദിവസം ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കാൻ പറ്റുന്നത്. അല്ല, കൃത്യമായിട്ട് പ്ലാനിങ്ങോടുകൂടി, പരിപാടിയോടുകൂടി, കൃത്യമായ കാഴ്ചപ്പാടോടുകൂടിയിട്ടാണ് UDF മുന്നോട്ട് പോകുന്നത്. അത് തിരഞ്ഞെടുപ്പ് ഏത് ദിവസം പ്രഖ്യാപിച്ചാലും ഞങ്ങൾ സജ്ജമാണ്. സ്ഥാനാർത്ഥി പട്ടികകൾ അന്തിമഘട്ടത്തിലാണ്. നമ്മുടെ സ്ഥാനാർത്ഥി പട്ടികകളുടെ ചർച്ചകളെല്ലാം തന്നെ പല ഘട്ടങ്ങളിലായി പല തട്ടുകളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ദിവസങ്ങൾക്കകം തീരുമാനിക്കും. അല്ല, UDF അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുന്നൊരു ചോദ്യം എന്താ ഇപ്പം അങ്ങനെ വന്നത്? അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളിൽ പാർട്ടി തീരുമാനമെടുക്കുന്നത് പാർട്ടിയുടെ അന്തിമമായിട്ടുള്ള കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതിയാണ്. അതിൻ്റെ മുമ്പ് ഇപ്പം ഞങ്ങളുടെ മുമ്പിൽ അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയുണ്ട്. ഇപ്പം ഞങ്ങളുടെ മുമ്പിലുണ്ട്. അതിപ്പം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ജ്യോത്സ്യം വശമില്ല. എന്താണ് നാളെ സംഭവിക്കാൻ പോകുന്നുള്ളത് അറിയാൻ അവരോട് ചോദിച്ചാലേ പറ്റുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥയിൽ അമ്പലപ്പുഴയിൽ UDF സ്ഥാനാർത്ഥിയുണ്ട്. അല്ല, ഇപ്പോഴത്തെ അവസ്ഥയിൽ അമ്പലപ്പുഴയിൽ UDF അമ്പലപ്പുഴ ഞങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള, ഏറ്റവും പ്രാധാന്യമുള്ള, ആദ്യം വിജയിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ്. തിരഞ്ഞെടുപ്പിലത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയാൻ നോക്കിയാൽ പിന്നെ ഞങ്ങൾക്ക് എന്താ വെച്ചിരിക്കുന്നത് ബാക്കി? അതുണ്ടോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ സീറ്റുകളിൽ എങ്ങനെയൊക്കെ മത്സരിക്കുന്നുള്ള കാര്യം ഞങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. അമ്പലപ്പുഴയിലും അക്കാര്യത്തിൽ തീരുമാനിക്കുന്നുണ്ടാവും, ഒരു സംശയവും വേണ്ട. എനിക്കറിയില്ല അതിനെക്കുറിച്ച്. അതിപ്പോൾ അദ്ദേഹത്തോടല്ലേ ചോദിക്കണം, അങ്ങനെയാണോ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം? ഞങ്ങളല്ല, കേരള ജനത ഒട്ടും ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് പിണറായി സർക്കാർ മൂന്നാമതൊരിക്കൽ കൂടി വരിക എന്ന് പറയുന്നത്. അത് കേൾക്കുമ്പം കേരള ജനതക്ക് ആകെ തീരുമാനം ഒറ്റക്കെട്ടായിട്ട് അവർക്ക് എടുക്കാൻ പറ്റുന്നത് അക്കാര്യത്തിലാണ്. ഒരു മൂന്നാം തവണ കൂടി പിണറായി എന്നുള്ള കാര്യം ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. അത് കേരള ജനത ഇൻക്ലൂഡിങ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും മനസ്സിലായില്ല.